അങ്ങനെ ധനുമാസമായല്ലേ, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്. നമ്മളിപ്പോൾ വൃശ്ചികമായെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം പറഞ്ഞ പോലെയാണ് തോന്നുന്നത്. ഇപ്പോഴാണെന്നുണ്ടെങ്കിലോ നല്ല തണുപ്പുമാണ് രാവിലെ അല്ലേ. ശരിക്കും പഴമക്കാർ പറയാം മഞ്ഞ് പെയ്യുന്ന മാസം എന്നത്രേ ഈ ധനുമാസത്തിനെ പറയാം. ഇപ്പോൾ അത് ശരിക്കും ശരിയായ പോലെ തന്നെ ഉണ്ട്. കാരണം രാവിലേക്ക് എന്ത് തണുപ്പാണ്. സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്ന പ്രതുതേ അടുത്തുനിന്ന് മാറാണ്ട് എന്നെ തന്നെ ഇങ്ങനെ തൊട്ടുരുമി നിൽക്കുകയാണ് കേട്ടോ, പറ്റി പിടിച്ചോണ്ട്. രാവിലെ വെള്ളമൊക്കെ തൊടുന്ന സമയത്ത് ഇങ്ങനെ ഐസ് പോലെ ഇരിക്കുമല്ലേ. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കാലാവസ്ഥ. ഇങ്ങനെ തണുത്തിരിക്കുന്നത് തന്നെയാണ് നല്ല രസം. രാവിലെ ഇത് എന്നെ ഒന്ന് ചെറിയ രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഒരാൾക്ക് മാത്രമേ ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. പാറുവിന് ഇന്ന് ലീവാണ്. പാറുവിന് സ്റ്റഡി ലീവാണ്. പാറുവിന് ഇപ്പം മോഡൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്, +2 ആണല്ലോ. അപ്പോൾ എന്തായാലും പൃഥുവിന് വേണ്ടി മാത്രം ഞാൻ ഇതാ ഫുഡൊക്കെ ഉണ്ടാക്കി. തണുപ്പ് തന്നെയാണ് വിഷയം കേട്ടോ. അതാ സ്കൂളിൽ പോകാൻ നേരമായി, എന്നിട്ടും ഇങ്ങനെ തണുത്ത് വിറച്ച് അങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അത് അമ്മമ്മേനെ നോക്കുന്ന സമയത്ത് അമ്മമ്മ അതിലേറെ തണുത്ത് വിറച്ച് ആകെ മൂടി പൊതച്ചതാ ഉമ്മർത്ത് നാമം ചെല്ലാൻ വേണ്ടി ഇരിക്കുകയാണ്. പാറു സ്കൂളിൽ പോകാണ്ട് വീട്ടിലിരിക്കുകയെന്ന് പറയുമ്പോൾ ചെറിയൊരു കുശുമ്പൊക്കെ ഉണ്ട് കേട്ടോ പ്രതുവിന്. സ്കൂളിൽ പോകുമ്പോൾ ഇതേപോലെ ആയിരുന്നു പാറു 10th സമയത്ത്. കാരണം ആ സമയത്ത് ഇതേപോലെ സ്റ്റഡി ലീവൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു വെക്കേഷൻ ടൈമിൽ പ്രതുവിന് സ്കൂളിൽ പോകണം, പാറുവിന് പോവും വേണ്ട. അപ്പം അങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പ്രതു സ്കൂൾ ബസ്സിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ച് അപ്പുറത്താണ് വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതുവരെ നടക്കുന്നത്. പിന്നെ ധനുമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെയൊക്കെ മനസ്സിൽ ആദ്യം തന്നെ വരുന്ന കാര്യം എന്നുള്ളത് തിരുവാതിരയാണല്ലേ. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു തിരുവാതിരയൊക്കെ എന്തായി, പ്രാക്ടീസൊക്കെ തുടങ്ങിയോന്നൊക്കെ. ഉവ്വ് കേട്ടോ, ഞങ്ങളും ഇവിടെ നമ്മുടെ നാട്ടിലും തിരുവാതിരയുടെ തലേ ദിവസം എല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. ആതിരോത്സവം ഇവിടെ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഈ വർഷവും അതുപോലെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തിരുവാതിരയും അതുപോലെ വേറെ പല കുട്ടികളുടെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവും. നമ്മൾ എന്തായാലും തിരുവാതിരയൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചീനമുളക്, കാന്താരി മുളക് എന്നൊക്കെ പറയുന്ന സംഭവം. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കിട്ടിയപ്പോൾ ഞാൻ വെറുതെ വീഡിയോയിൽ ഇങ്ങനെ ജസ്റ്റ് കാണിച്ചു തന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അച്ഛനും അമ്മയും ഒന്നും വീട്ടിലില്ല കേട്ടോ. അമ്മ രാവിലെ അമ്പലത്തിൽ പോയതാണ്, അച്ഛൻ വേറൊരു കാര്യത്തിന് പുറത്ത് പോയതിട്ടാണ്. അപ്പോൾ എന്തായാലും ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഞാനിതാ കയ്പ്പയ്ക്കായിട്ടുള്ള ഫ്രൈ ഉണ്ടാക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും പാറുവിന് നല്ല ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കയ്പ്പയ്ക്ക ഫ്രൈ ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഒരു കറിയാണ്, ഒരു ഈസി കറി. ഈ കറി എന്നൊക്കെ അതിന് പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. മുളക് വറുത്ത പുളി എന്ന് പറയും, അങ്ങനെയാണ് പറയുക. ശരിക്കും അതൊരു പാലക്കാടൻ ഡിഷാണ്. അപ്പോൾ അത് ഭയങ്കര ഈസിയാണ്, ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് അത് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. ചിലരൊക്കെ ഇത് മധുരം ചേർക്കാണ്ട് ഉണ്ടാക്കണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളിവിടെ മധുരം ചേർത്തിട്ടാണ്, അതായത് നല്ലപോലെ എരിവും നല്ല മധുരവും ഒക്കെ കൂടെ ചേർന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൂട്ടാനാണിത്. അപ്പോൾ പാവയ്ക്ക ഫ്രൈയും മുളക് വറുത്ത പുളിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വല്ലാണ്ട് വിശപ്പ് വരും. നല്ല ടേസ്റ്റിയാണ്. ചിലർ ഈ പേര് കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും മുളക് വറുത്ത പുളി കഴിച്ചിട്ടുള്ളവരും അതുപോലെ ഇഷ്ടമുള്ളവരും എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.